ഹൈ ഹോപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിന്റെ ഓൾറെഡി 4 ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് 5ാം പാർട്ടാണ്. ഈ ചാപ്റ്ററിന്റെ 5ാം പാർട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ മുൻ ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കണ്ട ശേഷം ഈ ക്ലാസ്സുകൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റെസിസ്റ്റൻസുകളുടെ സീരീസ് കണക്ഷൻസിനെ കുറിച്ചും പാരലൽ കണക്ഷൻസിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വെച്ചാല് വൈദ്യുത താപന ഉപകരണങ്ങൾ അഥവാ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസുകളാണ്. എന്താണ് വൈദ്യുത താപന ഉപകരണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് വൈദ്യുത താപന ഉപകരണം നമുക്ക് നോക്കാം. എന്താണ് വൈദ്യുത താപന ഉപകരണം എന്ന് വെച്ചാൽ വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളെ പറയുന്ന പേരാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. എന്താണ് വൈദ്യുത താപന ഉപകരണം എന്ന് വെച്ചാൽ വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളെ പറയുന്ന പേരാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ്? ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസിനെ പറയുന്ന പേരാണ് വൈദ്യുത താപന ഉപകരണം എന്ന് വെച്ചാൽ ദ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ് ആർ ഇൻസ്ട്രുമെന്റ്സ്. Electric heating devices are instruments which make the use of heating effect of electricity. വൈദ്യുതിയുടെ താപഫലത്തെ പ്രയോജനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളെ പറയുന്ന പേരാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് വൈദ്യുത താപന ഉപകരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് വൈദ്യുത താപന ഉപകരണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? നമ്മുടെ അയൺ ബോക്സ്, ഇസ്തിരിപ്പെട്ടി എന്നാണ് ഒരു വൈദ്യുത താപന ഉപകരണമാണ്. വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് അയൺ ബോക്സ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ഇലക്ട്രിക് ഹീറ്റർ എന്ന് പറയുന്നത്, സോൾഡറിംഗ് അയൺസുകള്, ഫ്യൂസ് വയറുകള്, നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് ഉണ്ടല്ലോ, വീട്ടിലെ സേഫ്റ്റി ഫ്യൂസ് ഒക്കെ എന്താണ് വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ ഉപകരണങ്ങൾ നമ്മുടെ എന്താണ് നിത്യജീവിതത്തിൽ തന്നെ വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളുണ്ട്. അപ്പൊ ഈ ഉപകരണങ്ങളെല്ലാം എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറ്റുന്നു? ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു. അപ്പൊ ഈ ഉപകരണങ്ങളിലെല്ലാം ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു? ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. അപ്പൊ നമ്മുടെ ഈ അയൺ ബോക്സ് എടുക്കുന്നു. ഈ അയൺ ബോക്സിന്റെ എല്ലാ ഭാഗവും ഹീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. അതിന്റെ ബേസ് ഭാഗം മാത്രമേ എന്താവുന്നുള്ളൂ? ഹീറ്റ് ആവുന്നുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ വൈദ്യുത താപന ഉപകരണങ്ങൾ അഥവാ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസുകളിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് ഹീറ്റിംഗ് കോയിൽ എന്നറിയപ്പെടുന്നു. ഹീറ്റിംഗ് കോയിൽ എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ ഹീറ്റിംഗ് കോയിലിന് ചില പ്രത്യേകതകളുണ്ട്. ഹീറ്റിംഗ് കോയിലുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഹീറ്റിംഗ് കോയിലിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അപ്പൊ ഒരു ഉപകരണത്തിന് നമ്മളൊരു ഹീറ്റിംഗ് കോയില് വെക്കുകയാണെങ്കിൽ ആ ഹീറ്റിംഗ് കോയിലിന്റെ എന്തൊക്കെ സവിശേഷതകൾ വേണം? ഈ ഹീറ്റിംഗ് കോയിലിന് ഒന്നാമതായിട്ട് വേണ്ടുന്നത് ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം. എന്തായിരിക്കണം? ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം. 2 എന്ന് പറയുന്നത് അതിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കണം. ഇപ്പൊ നമ്മൾ അയൺ ബോക്സ് എടുക്കുന്നു. അയൺ ബോക്സിനകത്ത് ഹീറ്റിംഗ് കോയില് പെട്ടെന്ന് ഉരുകി പോകുന്നതാണെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു ഉപയോഗമില്ല. അത് വളരെ പെട്ടെന്ന് ചീത്തയായി പോകും. എന്നാൽ പെട്ടെന്ന് ഉരുകി പോകാൻ പാടില്ല. ഒരുപാട് നേരം ഈ താപത്തെ എന്ത് ചെയ്യണം? അത് പിടിച്ചു നിർത്താനുള്ള കഴിവ് വേണം. പെട്ടെന്ന് ഉരുകി പോകാൻ പാടില്ല. അപ്പൊ അതിനെന്തായിരിക്കണം? ഹൈ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ്, പെട്ടെന്ന് ഉരുകാത്ത ഹൈ ദ്രവണാങ്കം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയും മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാങ്കം കൂടുതലായിരിക്കണം എന്ന്. ഇന്നെന്ന് പറയുന്നത് ഇത് റെഡ് ഹോട്ട് കണ്ടീഷൻസില് ഓക്സീകരണം നടക്കാതെ ഒരുപാട് നേരം നിലനിൽക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം. എന്താണ്? റെഡ് ഹോട്ട് കണ്ടീഷനിൽ ഓക്സീകരണത്തിന് വിധേയമാകാതെ ഒരുപാട് നേരം നിലനിൽക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പൊ എന്താണ് ഈ ഓക്സീകരണം എന്ന് വെച്ചാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന് പറയുന്നു. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിന്റെയും പെട്ടെന്ന് നശിച്ചു പോകുവാനുള്ള, അപ്പൊ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ അയണ്, ഇരുമ്പ് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ടും ഈർപ്പവുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും? തുരുമ്പായിട്ട് മാറുന്നു. അപ്പൊ ഇതുപോലെ എന്താണ് ഓക്സിഡേഷന് വിധേയമാകാതെ നിലനിൽക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം ഒരു ഹീറ്റിംഗ് കോയിലിന്. അതുപോലെ ഇതിനെന്തായിരിക്കണം? തെർമൽ എക്സ്പാൻഷൻസ് കുറവായിരിക്കണം. എന്തായിരിക്കണം? തെർമൽ എക്സ്പാൻഷൻ കുറവായിരിക്കണം. അപ്പൊ എന്താണ് ഈ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? തെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഇതിന്റെ ഏരിയയിലോ വോളിയത്തിലോ ഷേപ്പിലോ ഒന്നും മാറ്റം വരാൻ പാടില്ല. എന്താണ്? അതിന്റെ ഏരിയയിലോ വോളിയത്തിനകത്തോ ഷേപ്പിനകത്തോ ഒന്നും മാറ്റം വരാൻ പാടില്ല. ഇങ്ങനെ മാറ്റം വരാതെ നിൽക്കുന്നതിനാൽ മാറ്റം വരുമ്പോൾ നമ്മൾ പറയും തെർമൽ എക്സ്പാൻഷൻ സംഭവിച്ചു എന്ന് പറയും. അപ്പൊ ഇങ്ങനെ മാറ്റം വരാതെ നിൽക്കണം. അതായത് തെർമൽ എക്സ്പാൻഷൻ നടക്കുവാൻ പാടില്ല. ഇപ്പൊ നോക്കി, നമ്മളിപ്പോ ഒരു ഹീറ്റ് കടത്തിവിട്ടു. അതിന്റെ ഏരിയ അല്ലെങ്കിൽ അതിന്റെ വോളിയം അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോകുന്നു.
അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മനസ്സിലായപ്പോ അതിന് തെർമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തൊക്കെ പ്രത്യേകതയാണ് ഒരു ഹീറ്റിംഗ് കോയിലിന് വേണ്ടത്? ഒന്ന് ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം, രണ്ട് എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം, റെഡ് ഹോട്ട് കണ്ടീഷൻസിൽ ഓക്സീകരണം നടക്കാതെ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടക്കാതെ ഒരുപാട് നേരം നിലനിൽക്കുവാനുള്ള കഴിവ് വേണം, തെർമൽ എക്സ്പാൻഷൻ എന്തായിരിക്കണം, കുറവായിരിക്കണം, തെർമൽ എക്സ്പാൻഷൻസ് ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ കുറവായിരിക്കണം. അപ്പൊ ഈ പ്രത്യേകതയൊക്കെയുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഈ പറഞ്ഞ 4 പ്രത്യേകത ഉള്ള ഒരു സബ്സ്റ്റൻസ് നമുക്കുണ്ട്. ആ സബ്സ്റ്റൻസ് ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതാണ് ആ സബ്സ്റ്റൻസ്? ആ സബ്സ്റ്റൻസിന്റെ പേരാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, നിക്രോം എന്ന് പറയുന്നത്. നിക്രോം. അപ്പൊ ഈ നിക്രോം എന്ന് പറയുന്നത് എന്താണ്? ഒരു അലോയി ആണ്. എന്താണ് നിക്രോം? എന്താണ്? ഒരു അലോയി ആണ്. എന്താണ് ഈ അലോയി എന്ന് പറയുന്നത്? അലോയി എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ മെറ്റൽസുകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് അലോയി അഥവാ ലോഹ സങ്കരം എന്ന് പറയും. ഒന്നോ അതിലധികമോ മെറ്റൽസുകളൊക്കെ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് അലോയി. അപ്പൊ നിക്രോം. അപ്പൊ നിക്രോമിനകത്ത് എന്തൊക്കെയുണ്ട്? നിക്കലുണ്ട്, നിക്കലുണ്ട്, ക്രോമിയം ഉണ്ട്, അയൺ ഉണ്ട്. അപ്പൊ നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും അയണും ഇത് മൂന്നും കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? നിക്രോം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതായാലും നിക്രോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന ഹീറ്റിംഗ് കോയിലിന് കുറെ പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ നിക്രോമിന് എന്തുണ്ടായിരിക്കും? ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ നിക്രോമിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം ആയിരിക്കും നോക്കിയും? ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും, മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും, റെഡ് ഹോട്ട് കണ്ടീഷൻസിൽ ഓക്സിഡേഷൻ സംഭവിക്കാതെ ഒരുപാട് നേരം നിലനിൽക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും, തെർമൽ എക്സ്പാൻഷൻ വളരെ കുറവായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് നിക്രോമിന്റെ പ്രത്യേകത നോക്കിയും? റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും, മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാങ്കം എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പൊ നിക്രോമിന് ഏകദേശം ഒരു 1500ഓളം എന്താണ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിക്രോമിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അതുപോലെ എന്താണ്? റെഡ് ഹോട്ട് കണ്ടീഷനിൽ എന്ത് ചെയ്യും? ഒരുപാട് നേരം ഓക്സിഡേഷൻ സംഭവിക്കാതെ നിലനിൽക്കുവാനുള്ള കഴിവാർക്കുണ്ട്? നിക്രോമിനുണ്ട്. അതുപോലെ തന്നെ തെർമൽ എക്സ്പാൻഷൻ എന്താണ്? വളരെ കുറവാണ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ നിക്രോമിനെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ വേണ്ടി നിക്രോമിനെ ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ ഈ പറഞ്ഞ പ്രത്യേകത ഒക്കെ ഉണ്ടായതുകൊണ്ടാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ചാണ്. സേഫ്റ്റി ഫ്യൂസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സേഫ്റ്റി ഫ്യൂസ് എന്താണ്? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് സേഫ്റ്റി ഫ്യൂസ്. നമ്മുടെ എല്ലാ വീടുകളിലും എന്തുണ്ട്? സേഫ്റ്റി ഫ്യൂസുകളുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്? ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്? അതിനെ കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും സേഫ്റ്റി ഫ്യൂസ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛനോ അല്ലെങ്കിൽ അനിയനോ ഒക്കെ എന്ത് ചെയ്യും? ഈ സേഫ്റ്റി ഫ്യൂസ് ഊരിയിട്ട് അതിനകത്ത് എന്ത് ചെയ്യും? ചില സമയത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഫ്യൂസ് വയർ എന്ത് ചെയ്യും? കത്തിക്കരിഞ്ഞിരിക്കുന്നത് കാണും. പിന്നെ പുതിയൊരു ഫ്യൂസ് വയർ വെച്ചിട്ട് എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യുന്നത് കാണാം. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഫ്യൂസ് വയർ കത്തിക്കരിഞ്ഞു പോയത്? എന്തിനായിരിക്കും നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ പോകും. അപ്പൊ എന്താണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് ആദ്യം നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷൻ പറയാം. സേഫ്റ്റി ഫ്യൂസിന്റെ ഒരു ഡെഫിനിഷൻ ആദ്യം പറയാം. സേഫ്റ്റി ഫ്യൂസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മളെയും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെയും എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. എപ്പോൾ? ഒരു സർക്യൂട്ടിനകത്തൂടെ അധികമായ രീതിയിൽ കറണ്ട് പ്രവഹിക്കുമ്പോൾ ആ കറണ്ട് പ്രവഹിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്താണ്? ഒരു സർക്യൂട്ടിനകത്തൂടെ അധികമായ രീതിയിൽ കറണ്ട് പ്രവഹിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെയും എന്താണ്? പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ സേഫ്റ്റി ഫ്യൂസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മളെയും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ. എപ്പോഴാണ് ഈ സേഫ്റ്റി ഫ്യൂസിന്റെ ആവശ്യം വരുന്നത് നോക്കിയാൽ? നമ്മുടെ ഒരു സർക്യൂട്ടിനകത്തൂടെ അധികമായ രീതിയിൽ കറണ്ട് പ്രവഹിക്കുമ്പോൾ. സേഫ്റ്റി ഫ്യൂസസ് ആർ ദ ഡിവൈസ് which protect us and the instrument from the danger of excess electric flow in a circuit. ഒരു സർക്യൂട്ടിനകത്തൂടെ അധികമായ രീതിയിൽ കറണ്ട് കടന്നു പോകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെയും എന്താണ്? സംരക്ഷിക്കുന്ന ഡിവൈസ് ആണ് സേഫ്റ്റി ഫ്യൂസ്. അപ്പോൾ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു എക്സസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫ്ലോ ഉണ്ടാകുമ്പോഴാണ് ഈ സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യുന്നത്? പൊട്ടിപ്പോകുന്നത് പറഞ്ഞു. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ എക്സസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫ്ലോ ഉണ്ടാവുന്നത്? അപ്പൊ എപ്പോഴൊക്കെയാണ് നമ്മുടെ ഈ സർക്യൂട്ടിനകത്ത് എക്സസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫ്ലോ ഉണ്ടാകുന്നത്? പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ഈ എക്സസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫ്ലോയ്ക്ക് കാരണമാവുന്നത്. ഒന്ന് നമ്മൾ പറയും ഓവർലോഡിങ്ങും, മറ്റൊന്ന് ഷോർട്ട് സർക്യൂട്ട്. എന്താണ്? ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും. ഈ ഓവർലോഡിങ്ങിന്റെയും ഷോർട്ട് സർക്യൂട്ടിന്റെയും ഫലമായിട്ടാണ് ഒരു സർക്യൂട്ടിനകത്ത് എന്തുണ്ടാവുന്നത്? അധികമായ രീതിയിൽ വൈദ്യുതി പ്രവഹിക്കുന്നത്. അപ്പൊ എന്താണ് ഷോർട്ട് സർക്യൂട്ട്? നമുക്ക് നോക്കാം. എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളത്? അപ്പൊ
ഷോർട്ട് സർക്യൂട്ട് നോക്കിയാൽ നമ്മളിപ്പോ ഒരു ബാറ്ററി എടുക്കുന്നു. ഒരു ബാറ്ററിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നു. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിനിടയിൽ ഒരു തരത്തിലുള്ള ഡിവൈസും വെച്ചിട്ടില്ല, നേരെ ഒരു വയർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തൂടെ അധികമായ എമൗണ്ട് എന്തുണ്ടാവും, ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു പുറമേ ഉള്ള ഒരു റെസിസ്റ്റൻസോ വേറൊരു ഡിവൈസുകളോ റെസിസ്റ്റൻസോ ഒന്നും കൂടാതെ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഈ സന്ദർഭത്തിൽ എന്തുണ്ടാവും, ഇതിനകത്ത് അധികമായ എമൗണ്ട് എന്തുണ്ടാവും, ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട്. അതുപോലെ നമ്മുടെ വീടുകളുണ്ടല്ലോ, വീടുകളിൽ രണ്ട് വയറുണ്ട്. ഏതൊക്കെയുണ്ട്, മെയിൻസിൽ നിന്ന് ഒരു മെയിനും വരുന്നുണ്ട്, ഫേസും വരുന്നുണ്ട്, ഒരു ന്യൂട്രലും വരുന്നുണ്ട്. ഈ ഫേസും ന്യൂട്രലും തമ്മിൽ എന്ത് ചെയ്യും, പരസ്പരം കോണ്ടാക്ട് വരും. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഫേസും ന്യൂട്രലും തമ്മിൽ എന്ത് ചെയ്യും, പരസ്പരം കോണ്ടാക്ട് വരും. അപ്പൊ ഇതിനിടയിൽ ഒരു ഡിവൈസുകളോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസോ ഒന്നും ഇല്ലാതെ പരസ്പരം കോണ്ടാക്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തൂടെ ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടായത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് I എന്താണ്, V/R ആണ്. I V/R ആണ്. അതായത് എന്താണ്, റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ കറണ്ട് കുറയും, റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, കറണ്ട് കൂടും. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല റെസിസ്റ്റൻസ് വല്ലതും ഉണ്ടോ, അല്ല. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല, റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. റെസിസ്റ്റൻസ് വളരെ കുറയുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് കൂടും. അപ്പൊ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കറണ്ട് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയാണ് എന്തെങ്കിലും ഇതിനകത്ത് ഹൈ എമൗണ്ട് ഓഫ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഈ ന്യൂട്രലും ഫേസും നമ്മൾ എന്തെങ്കിലും പരസ്പരം കോൺടാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസോ ഒരു തരത്തിലുള്ള ഡിവൈസുകളോ ഒന്നും തന്നെ കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ റെസിസ്റ്റൻസ് ഇവിടെയും എന്താണ്, ഇല്ല. റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് കൂടും. അപ്പൊ ഈ കറണ്ട് കൂടുമ്പോൾ എന്തുണ്ടാവും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജൂൾസ് ലോ അനുസരിച്ച് നമുക്കറിയാം H എന്താണ്, I²RT ആണ്. കറണ്ട് കൂടുകയാണെങ്കിൽ എന്തുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, ഈ രണ്ട് സന്ദർഭം ഷോർട്ട് സർക്യൂട്ടിനകത്ത് എന്തുണ്ടാവും, കറണ്ട് അധികമായിട്ട് ഫ്ലോ ചെയ്യും. കറണ്ട് അധികമായിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് വളരെ കൂടുതൽ കറണ്ട് ഉണ്ടാവുകയും നല്ല രീതിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അവസാനം എന്തെങ്കിലും കത്തിക്കരിഞ്ഞു പോകുന്ന അവസ്ഥയിലായിട്ട് മാറും. അപ്പൊ എന്തെങ്കിലും മൊത്തത്തിൽ തീ പിടിക്കാൻ വരെയുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് പറഞ്ഞാൽ ഒരു ബാറ്ററിയുടെ പോസിറ്റീവോ നെഗറ്റീവോ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസുകളോ അല്ലെങ്കിൽ ഡിവൈസുകളോ ഒന്നും ഇല്ലാതെ പരസ്പരം കോണ്ടാക്ട് വരുന്നു. അല്ലെങ്കിൽ ഇതാണ് ഒരു മെയിൻസിലെ ഫേസും ന്യൂട്രലും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു തരത്തിലുള്ള ഡിവൈസുകളോ റെസിസ്റ്റൻസോ ഒന്നും ഇല്ലാതെ പരസ്പരം നേർ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് എന്നത്. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിനകത്ത് വളരെ അധികം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ഇലക്ട്രിസിറ്റി കൂടുന്നതിന്റെ ഫലമായിട്ട്, കറണ്ട് കൂടുന്നതിന്റെ ഫലമായിട്ട് അതിനകത്ത് ഹീറ്റ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അവസാനം എന്ത് ചെയ്യും, കത്തിപ്പോകാനുള്ള സാധ്യത വരെ ഉണ്ടാകുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ഓവർലോഡിംഗ് ആണ് മറ്റൊരു കാരണം. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഒരു സർക്യൂട്ടിനകത്ത് അധിക കറണ്ട് ഉണ്ടാകാൻ മറ്റൊരു കാരണം എന്താണ്, ഓവർലോഡിംഗ് ആണ്. അപ്പൊ എന്താണ് ഓവർലോഡിംഗ്? നമ്മുടെ വീട്ടിലെ ഓരോ സർക്യൂട്ടിനും എന്താണ്, ഒരു നിശ്ചിത പവറിലുള്ള ഉപകരണങ്ങളെ മാത്രം താങ്ങുവാനുള്ള ശേഷിയേ ഉള്ളൂ. എന്താണ്, നമ്മുടെ വീട്ടിലെ ഓരോ സർക്യൂട്ടുകൾക്കും ഒരു നിശ്ചിത പവറുള്ള ഉപകരണങ്ങളെ മാത്രം താങ്ങുവാനുള്ള ശേഷിയേ ഉള്ളൂ. ആ സർക്യൂട്ടിന് താങ്ങാൻ പറ്റുന്നതിലും അധികം പവറുള്ള ഉപകരണങ്ങൾ നമ്മൾ ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ സർക്യൂട്ടിൽ നമുക്ക് എന്താണ്, താങ്ങാൻ പറ്റുന്നതിലും അധികം പവറുള്ള ഉപകരണങ്ങൾ അതിനകത്ത് കണക്ട് ചെയ്യുന്ന അവസ്ഥയെ പറഞ്ഞ പേരാണ് ഓവർലോഡിങ്. അപ്പൊ നോക്കിയാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്വിച്ച് ബോർഡ് എടുക്കുന്നു അല്ലെങ്കിൽ സർക്യൂട്ട് എടുക്കുന്നു. ആ സർക്യൂട്ടിന് മാക്സിമം കൊള്ളാൻ പറ്റുന്നത് ഒരു 1000 വാട്ട് പവർ ആണെന്ന് വിചാരിക്കാം. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്, അത് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സർക്യൂട്ടിന് കൊള്ളാൻ പറ്റുന്ന മാക്സിമം എത്രയാണ്, 1000 വാട്ടാന്ന് വിചാരിക്കും. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 1000 വാട്ടുള്ള ഒരു മിക്സിയും ഒരു 1000 വാട്ടുള്ള ഇഞ്ചക്ഷൻ കുക്കറും വെക്കുന്നു. അപ്പൊ ഇതിന് ടോട്ടൽ പവർ എത്രയായി, 2000 വാട്ടായി. അതായത് ഈ സർക്യൂട്ടിന് താങ്ങാൻ പറ്റുന്നതിലും എന്താണ്, അധികമായ പവറുള്ള ഉപകരണങ്ങൾ കണക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുന്നതിനെ പറഞ്ഞ പേരാണ് ഓവർലോഡിങ്. ഇങ്ങനെ ഓവർലോഡിങ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ സർക്യൂട്ടിനകത്ത് അധികം എമൗണ്ട് ഓഫ് എന്തുണ്ടാവും, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. കറണ്ട് അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് എന്തുണ്ടാവും, ജൂൾസ് ലോ അനുസരിച്ച് ദെൻ കറണ്ട് കൂടിയാൽ എന്ത് ചെയ്യും, ഹീറ്റ് ഉണ്ടാവും. ഹീറ്റ് അവസാനം എന്തായാലും അത് കത്തുവാൻ വരെ സാധ്യതയായിട്ട് മാറും. മനസ്സിലായോ? നോക്കുന്നുണ്ട്, ഒരു സർക്യൂട്ട് എടുക്കുന്നു. ആ സർക്യൂട്ടിനകത്ത് ആദ്യം ഞാൻ ഒരു ഡിവൈസ് കണക്ട് ചെയ്തു. ഒരു ഡിവൈസ് റെസിസ്റ്റൻസ് മാത്രം ഞാൻ ചെയ്തു കണക്ട് ചെയ്തിട്ടായിരിക്കും. അപ്പം ഇതിനകത്ത് നിന്നാണ്
I1 എമൗണ്ട് ഓഫ് കറന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സർക്യൂട്ടിനകത്ത് ടോട്ടൽ കറന്റ് എത്രയാണ്? I1 ആണ്. ഇതിനകത്ത് വേറൊരു ഡിവൈസും കൂടി കണക്ട് ചെയ്യുന്നു. വീണ്ടും ഒരു ഡിവൈസ് കൂടി ഞാൻ കണക്ട് ചെയ്തു. ഒരു 3 ഡിവൈസ് ഞാൻ കണക്ട് ചെയ്തു. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്താണ്? I2 എന്ന് പറയുന്നത്, ഇതിനകത്ത് I2 എന്ന് പറയുന്ന കറണ്ട് ഉണ്ടാവും. ഈ ഡിവൈസിനകത്ത് I3 എന്ന് പറയുന്ന കറണ്ട് ആയി. അപ്പൊ ഇതിനകത്ത് ടോട്ടൽ കറണ്ട് നോക്കി, സർക്യൂട്ടിനകത്തുള്ള ടോട്ടൽ കറണ്ട് എത്ര നോക്കി? I is equal to I1 പ്ലസ് I2 പ്ലസ് I3. അതായത് നമ്മൾ ഓരോ ഡിവൈസ് കണക്ട് ചെയ്യുന്നതനുസരിച്ച് ഈ സർക്യൂട്ടിന് വേണ്ടി വരുന്ന കറണ്ട് എന്താണ്? ഒരുപാടായിട്ട് വേണ്ടി വരുന്നു. അപ്പൊ ഇതിനകത്ത് കറണ്ടിന്റെ അളവ് എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഓവർലോഡിങ് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനകത്ത് കറണ്ടിന്റെ അളവ്, ആ സർക്യൂട്ടിന് വേണ്ടി വരുന്ന കറണ്ടിന്റെ അളവ് കൂടും. കറണ്ടിന്റെ അളവ് കൂടുമ്പോൾ ആ സർക്യൂട്ടിന് താങ്ങാൻ പറ്റുന്നതിലും അധികം കറണ്ട് എത്തുമ്പോൾ അത് എന്ത് ചെയ്യും? ഈ കറണ്ട് കൂടിയാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം H is equal to I square RT എന്താണ്? അനുസരിച്ച് കറണ്ട് കൂടിയാൽ എന്ത് ചെയ്യും? ഹീറ്റ് കൂടും. ഹീറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇത് കത്തിപ്പോകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അപ്പൊ മനസ്സിലായി, ഈ ഓവർലോഡിങ്ങിന്റെ ഫലമായിട്ടും ഷോർട്ട് സർക്യൂട്ടിന്റെ ഫലമായിട്ടുമാണ് പ്രധാനമായിട്ടും എങ്ങനെ നമ്മുടെ വീടുകളിൽ സേഫ്റ്റി ഫ്യൂസുകൾ അല്ലെങ്കിൽ അധികമായിട്ട് സർക്യൂട്ടിനകത്ത് അധികം എമൗണ്ട് ഓഫ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ്? ഓവർലോഡിങ്ങിന്റെ ഫലമായിട്ടും അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് സർക്യൂട്ടിന്റെ ഫലമായിട്ടുമാണ് എങ്ങനെ ഒരു സർക്യൂട്ടിനകത്ത് അധികം എമൗണ്ട് ഓഫ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ അധികം എമൗണ്ട് ഓഫ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ഹീറ്റ് എനർജി ആയിട്ട് മാറും. അത് കത്തുവാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അപ്പൊ ഇത് തടയുവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ വീടുകളിലും എന്തുപയോഗിക്കുന്നത്? സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം അടുത്ത എങ്ങനെയാണ് ഈ സേഫ്റ്റി ഫ്യൂസ് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നും എന്തൊക്കെ ഘടകങ്ങളാണ് ഈ സേഫ്റ്റി ഫ്യൂസിനകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒരു സേഫ്റ്റി ഫ്യൂസിനെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് അതിനകത്ത് ഫ്യൂസ് വയറിനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും അതിന്റെ ഒരു ഘടകമാണ് ഫ്യൂസ് വയർ. അപ്പൊ എന്താണ് ഫ്യൂസ് വയർ എന്നുള്ളത് നമുക്ക് പഠിക്കണം. അപ്പൊ സേഫ്റ്റി ഫ്യൂസിന്റെ ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് ടിന്ന് ലെഡ് എന്ന് പറയുന്ന രണ്ട് മറ്റുള്ള ഒരു സംയുക്തങ്ങൾ കൊണ്ടാണ്. ഈ ടിന്നും മെറ്റലും കൂടി ചേർന്നുള്ള ഒരു അലോയ് ആണെന്ന് പറയുന്നത് സേഫ്റ്റി ഫ്യൂസ്. അപ്പൊ സേഫ്റ്റി ഫ്യൂസ് എന്താണ്? ഒരു അലോയ് തന്നെയാണ്. എന്തൊക്കെ ചേർന്നുള്ള അലോയ് ആണ്? ടിന്നും ലെഡും കൂടി ചേർന്നുള്ളത്. അപ്പൊ ടിന്നും ലെഡും കൂടി ചേർന്നുള്ള ഒരു അലോയ് ആണെന്ന് പറയുന്നത് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ സേഫ്റ്റി ഫ്യൂസ് എന്തിന്റെയൊക്കെ അലോയ് ആണ്? ടിന്നിന്റെയും ലെഡിന്റെയും എന്താണ്? ഒരു അലോയ് ആണ് സേഫ്റ്റി ഫ്യൂസ്. നമ്മൾ പറയും ഓവറായിട്ട് കറണ്ട് ഇതിനകത്ത് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഫ്യൂസ് വയർ കത്തിക്കരിഞ്ഞു പോകണം, ഇല്ലയോ? എങ്കിൽ മാത്രമേ നമ്മുടെ ഡിവൈസുകൾ എന്ത് ചെയ്യത്തുള്ളൂ? പ്രൊട്ടക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതായത് തീപിടുത്തമൊന്നും ഉണ്ടാവാതിരിക്കത്തുള്ളൂ. അപ്പം ഈ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോകണമെങ്കിൽ ഈ ഫ്യൂസ് വയറിന് എന്തുണ്ടാവണം? മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കണം. അതായത് അധികം എമൗണ്ട് ഓഫ് കറണ്ട് ഇതിനകത്തോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇത് കത്തിപ്പോകണം അല്ലെങ്കിൽ കത്തി പൊട്ടിപ്പോകണം. അങ്ങനെ സർക്യൂട്ട് എന്താണ്? ഓപ്പൺ ആയി മാറണം. സർക്യൂട്ട് ഓപ്പൺ ആയി മാറണമെങ്കിൽ എന്തായിരിക്കണം? ഇതിന് മെൽറ്റിംഗ് പോയിന്റ്, ഈ ടിന്നിന്റെയും ലെഡിന്റെയും കൂടി ചേർന്നുള്ള ഫ്യൂസ് വയറിന് മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പൊ ഫ്യൂസ് വയറിന്റെ രണ്ട് പ്രത്യേകതകൾ ഏതൊക്കെയാണ്? ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ടിന്നും ലെഡും ചേർന്നുള്ള ഒരു അലോയ് ആണ് ഫ്യൂസ് വയർ. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന് മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? വളരെ കുറവാണ്. മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. അപ്പൊ ഒരു ഫ്യൂസ് വയറിന് പ്രധാനമായിട്ടും അതിനൊരു ബേസ് കാരിയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാരിയർ ബേസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? അതിനകത്തൊരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നതാണ് നമ്മൾ ഫ്യൂസ് വയറിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് കമ്പികൾ കൊടുത്തിരിക്കുന്നതാണ്. ഈ കമ്പികൾക്കിടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്യൂസ് വയർ കെട്ടിവെക്കുന്നത്. അപ്പം ഒരു ഫ്യൂസ് വയറിന് പ്രധാനപ്പെട്ട എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? ഒരു കാരിയർ ബേസ് ഉണ്ട്, ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിനിടയിൽ എന്തുണ്ട്? ഫ്യൂസ് വയർ നമ്മൾ കണക്ട് ചെയ്യും. ബ്രിഡ്ജുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂസ് വയർ കണക്ട് ചെയ്യാറുണ്ട്. അപ്പം ഈ ഫ്യൂസ് വയർ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്യുന്നത്? ഫ്യൂസ് വയർ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ സർക്യൂട്ടുകളിൽ കണക്ട് ചെയ്യുന്നത്? സീരീസ് ആയിട്ടാണോ അതോ പാരലൽ ആയിട്ടാണോ? അപ്പൊ ഫ്യൂസ് വയർ നമ്മൾ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഫ്യൂസ് വയർ എങ്ങനെയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? സീരീസ് ആയിട്ടായിരിക്കും. കാരണം ഫ്യൂസ് വയർ കത്തിപ്പോകുമ്പോൾ തന്നെ എല്ലാ സർക്യൂട്ടും അല്ലെങ്കിൽ എല്ലാ ഡിവൈസുകളും ഓഫ് ആവണം. ഒരു ഡിവൈസിലോട്ട് കറണ്ട് എത്താൻ പാടില്ല. എല്ലാം ഒരേ സമയം തന്നെ എന്ത് ചെയ്യണം? നിൽക്കണം. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഫ്യൂസ് വയർ എങ്ങനെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്? ഒരു സർക്യൂട്ടിനകത്ത് സീരീസ് ആയിട്ടായിരിക്കും ഒരു ഫ്യൂസ് വയർ നമ്മൾ കണക്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും ഈ ഫ്യൂസ് വയർ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഒരു ഫ്യൂസ് വയർ ഏത് സമയം എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്തൊരു ചെറിയ എമൗണ്ട് ഓഫ് വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്യൂസ് വയറിനകത്ത് എപ്പോഴും എന്തുണ്ട്? ഒരു ചെറിയ രീതിയിലുള്ള ഹീറ്റ് കറണ്ട് കടന്നു പോകുന്നതനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസിനനുസരിച്ച് ചെറിയ രീതിയിൽ എന്തുണ്ട്? ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഹീറ്റ് അതിന്റെ സറൗണ്ടിങ്സിലേക്ക്, ചുറ്റുപാടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് അഥവാ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഓവർലോഡിങ്ങിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിന്റെ ഫലമായിട്ടോ ഒരു സർക്യൂട്ടിൽ അധികമായ എമൗണ്ട് കറണ്ട് ചെല്ലുന്ന സമയത്ത് അധികം കറണ്ട് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ജൂൾസ് ലോ അനുസരിച്ച് ഹീറ്റ് വളരെ കൂടും. അപ്പൊ ഈ ഫ്യൂസ് വയറിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റിന്റെ അളവ് എന്ത് ചെയ്യും? വളരെയധികം കൂടും.
അപ്പൊ ഈ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഹീറ്റിനേക്കാളും അധികമാവുന്നു. അപ്പൊ ഒരു ഫ്യൂസ് വയറിനകത്ത് എന്താവുന്നു, ഈ പറഞ്ഞ ഓവർലോഡിങ്ങിന്റെ ഫലമായിട്ടോ ഷോർട്ട് സർക്യൂട്ടിന്റെ ഫലമായിട്ടോ ഒരു സർക്യൂട്ടിനകത്ത് അധികം കറണ്ട് വരുന്നു. അധികം കറണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഹീറ്റ് കൂടും. അപ്പൊ ഈ ഫ്യൂസ് വയർ നേരത്തെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടല്ലോ, അതിനേക്കാളും വളരെ അധികം എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടാവും ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഫ്യൂസ് വയറിന് ഇത്രയും ഹീറ്റിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, താങ്ങാനുള്ള ശേഷിയില്ല. ആ ഫ്യൂസ് വയർ എന്ത് ചെയ്യും, പൊട്ടിപ്പോകുന്നു. അങ്ങനെ ഈ ഫ്യൂസ് വയർ പൊട്ടുമ്പോൾ എന്ത് സംഭവിക്കണം, ആ സർക്യൂട്ട് ഓപ്പൺ ആവും. അതായത് ബാക്കിയുള്ള ഡിവൈസുകളോട്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ അധികമായിട്ടുണ്ടായ കറണ്ട് ചെല്ലുന്നില്ല. അങ്ങനെ ആ ഡിവൈസുകളെല്ലാം വീട്ടിലുള്ള ബാക്കിയുള്ള അപ്ലയൻസുകൾ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫ്യൂസ് വയർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഫ്യൂസ് വയറിന്റെ വർക്കിംഗ് ഒന്നുകൂടി നമുക്ക് പറയാം. ഫ്യൂസ് വയറിനകത്ത് എന്താണ്, എപ്പോഴും കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ചുറ്റുപാട് സറൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ഒരു സർക്യൂട്ടിനകത്ത് അധികം എമൗണ്ട് ഓഫ് വളരെ കൂടുതൽ അളവിൽ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് എത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കറണ്ട് എത്തുന്നത് പറയാം, രണ്ട് സന്ദർഭത്തിലൂടെയാണ് കറണ്ട് എത്തുന്നത്. ഒന്ന് ഓവർലോഡിങ്ങിന്റെ ഫലമായിട്ടും മറ്റൊന്ന് ഷോർട്ട് സർക്യൂട്ടിന്റെ ഫലമായിട്ടും. അപ്പൊ ഇങ്ങനെ അധികം എമൗണ്ട് ഓഫ് കറണ്ട് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഹീറ്റ് എനർജി വളരെ കൂടും. ജൂൾസ് അനുസരിച്ച് കറണ്ട് കൂടുന്നതനുസരിച്ച് എന്ത് കൂടും, ഹീറ്റ് കൂടും. അപ്പൊ ഈ ഹീറ്റിനെ താങ്ങാൻ ആർക്ക് പറ്റത്തില്ല, ഫ്യൂസ് വയറിന് പറ്റത്തില്ല. കാരണം ഫ്യൂസ് വയറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, വളരെ കുറവാണ്. അപ്പൊ ഫ്യൂസ് വയർ പെട്ടെന്ന് എന്ത് ചെയ്യും, ഉരുകി പൊട്ടിപ്പോകുന്നു. അങ്ങനെ ആ സർക്യൂട്ട് എന്താകുന്നു, ഓപ്പൺ ആയി മാറുന്നു. ബാക്കിയുള്ള ഡിവൈസുകളിലേക്ക് എന്ത് ചെല്ലുന്നില്ല, കറണ്ട് എത്തുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫ്യൂസ് വയർ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫ്യൂസ് വയർ നമ്മുടെ വീട്ടിലിപ്പോ ഫ്യൂസ് വയർ ഒക്കെ പൊട്ടി നമ്മൾ ശരിയാക്കി എന്താണ് ഒരു ഡിവൈസിനകത്തോട്ട് നമ്മുടെ തിരിച്ചതിന്റെ പ്ലഗിനകത്തോട്ട് വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫ്യൂസ് വയർ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഫ്യൂസ് വയറിന്റെ രണ്ട് അഗ്രങ്ങളും അതിന്റെ ശരിയായിട്ടുള്ള പ്രോപ്പർ പോയിന്റിൽ തന്നെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ശരിയായ രീതിയിൽ ടൈറ്റ് ആയിട്ടായിരിക്കണം. അങ്ങനെ ശരിയായിട്ടുള്ള പ്രോപ്പർ പോയിന്റിൽ തന്നെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഫ്യൂസ് വയറിന് എന്ത് ചെയ്യണം, പുറത്തേക്ക് തെള്ളി നിൽക്കാൻ പാടില്ല. കാരിയർ ബേസിനും പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ കെട്ടിവെച്ചിരിക്കുന്ന ഫ്യൂസ് വയറിന്റെ പുറത്തേക്കൊന്നും തെള്ളി നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഫ്യൂസ് വയറിന്റെ മറ്റൊരു ആവശ്യമായിട്ടുള്ള ഘടകമാണ് ശരിയായ രീതിയിലുണ്ടായിരുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള എന്തുണ്ടായിരിക്കണം, ആംബിയറേജ് ഉണ്ടായിരിക്കണം. പ്രോപ്പർ ആംബിയറേജ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ കേട്ടു ആംബിയറേജ് എന്താണ്, നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ് ആംബിയറേജ്. അപ്പൊ എന്താണ് ഈ ആംബിയറേജ് എന്ന് പറയുന്നത്, നമുക്ക് എന്താണ് ആംബിയറേജ് നോക്കാം. ആംബിയറേജ് എന്ന് പറയുന്നത് എന്താണ്, അപ്പൊ നമുക്ക് കറന്റ് ഇക്വേഷൻ എഴുതുവാണ് I = P/V എന്ന് പറയുന്ന ഇക്വേഷൻ, പവർ ബൈ വോൾട്ട്. നമ്മൾ ഇനി പഠിക്കും എങ്ങനെയാണ് ഇത് വന്നതൊക്കെ പഠിക്കും. ഇപ്പൊ നമുക്ക് ആംബിയറേജ് പറയാൻ വേണ്ടി ഒരു ഇക്വേഷൻ ആണ് ആദ്യം എഴുതുകയാണ്. I = കറന്റ് എന്ന് പറയുന്നത് എന്താണ്, പവർ ബൈ വോൾട്ട് ആണ്. കറന്റ് യൂണിറ്റ് നമുക്കറിയാം ആംബിയർ, പവറിന്റെ യൂണിറ്റ് എന്താണ്, വാട്ട് എന്നാണ്. വോൾട്ടേജിന്റെ യൂണിറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താണ്, വോൾട്ട് എന്നാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് യൂണിറ്റ് വോൾട്ട്. അപ്പൊ ആ കറന്റിന്റെ യൂണിറ്റ് ആംബിയർ, പവറിന്റെ യൂണിറ്റ് വാട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ എന്താണ്, വോൾട്ട്. അപ്പൊ ഇതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏജിനും കൂടി കൂട്ടിച്ചേർക്കുക. ഈ യൂണിറ്റിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഏജിനും കൂടി കൂടി. അപ്പൊ ആംബിയറിന്റെ യൂണിറ്റ് എന്താണ്, ആംബിയറേജ് = പവറിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു വാട്ട് എന്ന്. അതിനോടൊപ്പം നമ്മൾ ഏജ് കൂട്ടിയ വാട്ടേജ്. വോൾട്ടിന്റെ യൂണിറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട് എന്ന് പറഞ്ഞു. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വോൾട്ടേജ്. അപ്പം ആംബിയറേജ് = വാട്ടേജ് ബൈ വോൾട്ടേജ്. ആംബിയറേജ് എന്ന് പറയുന്നത് എന്ത് കിട്ടി, വാട്ടേജ് ബൈ വോൾട്ടേജ് കിട്ടി. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഇത് രണ്ടും ശരിയാണ്. I = P/V. അപ്പൊ ആംബിയറേജ് കണ്ടുപിടിക്കുന്നത് I = പവർ ബൈ വോൾട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആംബിയറേജ് = വാട്ടേജ് ബൈ വോൾട്ടേജ്. അപ്പൊ ആംബിയറേജ് എന്ന് പറയുന്നത് is the ratio of power to volt. പവറും വോൾട്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് ഒരു ഉപകരണത്തിന്റെ പവറും ആ സർക്യൂട്ടിനകത്ത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണെന്ന് പറയുന്നത് ആംപിയറേജ് എന്ന് പറയുന്നത്. ആംപിയറേജ് is the ratio of power to volt. പവറും വോൾട്ടും തമ്മിലുള്ള, വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണെന്ന് പറയും ആംപിയറേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഫ്യൂസ് വയറിന് എന്തുണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ആംപിയറേജ് ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് ഈ പ്രോപ്പർ ആംപിയറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ഇപ്പൊ നമ്മളൊരു സർക്യൂട്ട്, ആ സർക്യൂട്ടിനകത്ത് ഒരു ബൾബ് കണക്ട് ചെയ്തേക്കുവാന്ന് വിചാരിക്കാം. ഈ ബൾബിന് ഒരു 5 ആംപിയർ എങ്കിലും കറണ്ട് വേണം വർക്ക് ചെയ്യാൻ. 5 ആംപിയർ കറണ്ട് വേണം ഈ ബൾബിന് വർക്ക് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 4 ആംപിയർ ഉള്ള ഒരു ഫ്യൂസ് വയർ ആ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മളൊരു 4 ആംപിയർ ഉള്ള ഒരു ഫ്യൂസ് വയർ ആണ് ഇങ്ങോട്ട് കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ 4 ആംപിയർ ഉള്ള ഫ്യൂസ് വയർ ആണ്. അതായത് ഈ 4ൽ കൂടുതൽ കറണ്ട് ഇതിനകത്ത് എത്തി എന്ത് ചെയ്യും, ഈ ഫ്യൂസ് വയർ പൊട്ടിപ്പോകും. അപ്പൊ ഈ ബൾബ് കത്തുവും ഇല്ല.
അതായത് നോക്കി 5 ആംപിയർ ഉള്ള ഒരു ബൾബാണ്. നമ്മൾ എത്ര 4 ആംപിയർ ഉള്ള ഫ്യൂസ് വരെ കൊടുത്തോളൂ. നമുക്ക് ഈ ബൾബ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 5 ആംപിയർ ഉള്ള കറണ്ട് എത്തണം. അപ്പൊ 4ൽ കൂടുതൽ കറണ്ട് ഇതിനകത്ത് എത്തുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഫ്യൂസ് വരെ പൊട്ടിപ്പോകും. അപ്പൊ ഈ ബൾബ് വർക്ക് ചെയ്യില്ല. അപ്പൊ ഇവിടെ 5 ആംപിയർ ആകുമ്പോൾ 6 ആംപിയർ ഉള്ള ഫ്യൂസ് ഫാനാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ത് ചെയ്യും? ഇതിനകത്തുള്ള കറണ്ട് കടന്നു പോകും. ഈ 6 ആംപിയറിനെ താങ്ങാനുള്ള ശേഷി അതുകൊണ്ട് ഈ ഫ്യൂസിനുണ്ട്. അതിനുള്ള ആംപിയറേജ് ഈ ഫ്യൂസിനുണ്ട്. അപ്പൊ നോക്കിയാൽ ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള എന്ത് ചെയ്യണം? ഒരു ആംപിയർ ഉള്ള ഫ്യൂസ് വയർ ആയിരിക്കണം നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പറഞ്ഞു. സേഫ്റ്റി ഫ്യൂസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫ്യൂസ് വയർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് പറഞ്ഞു, എങ്ങനെയാണ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് പറഞ്ഞു, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഒരു സർക്യൂട്ടിനകത്ത് കറണ്ടിന്റെ അളവ് കൂടുന്നതെന്ന് പറഞ്ഞു. ഒന്ന് ഓവർലോഡിങ്ങിന്റെ ഫലമായിട്ടും ഷോർട്ട് സർക്യൂട്ടിന്റെ ഫലമായിട്ടും ഫ്യൂസ് വയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫ്യൂസ് വയറിന് എന്തുണ്ടാകണം? ഒരു ശരിയായ എമൗണ്ട് ഓഫ് ആംപിയറേജ് ഉണ്ടായിരിക്കണം. ആംപിയറേജ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? വാട്ടേജ് ബൈ വോൾട്ടേജ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് പവറിനെ കുറിച്ചാണ്. അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ്? പവറിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പവർ? നമ്മൾ മുൻ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് പവർ എന്നുള്ളത്. പവർ എന്ന് പറയുന്നത് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. പവർ എന്ന് പറയുന്നതാണ് പ്രവൃത്തിയുടെ നിരക്ക്, വർക്കിന്റെ നിരക്കിന് റേറ്റ് ഓഫ് വർക്ക് ഈസ് കാൾഡ് പവർ. അപ്പൊ നമ്മുടെ ഏതൊരു സംഭവത്തിന്റെ അടിയിൽ ടൈം കൊടുക്കാൻ നമ്മൾ അറിയാം എന്തായിരിക്കും? റേറ്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് പവർ ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ബൈ ടൈം. വർക്കിന്റെ നിരക്കിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. നമ്മൾ ഈ മുൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസിനെ കുറിച്ചാണ്. വൈദ്യുത താപന ഉപകരണങ്ങളാണ്. ഇപ്പൊ ഈ വൈദ്യുത താപന ഉപകരണങ്ങളുടെ പവർ എന്ന് പറയുന്നത് എന്താണ് നോക്കിയും? ആ വൈദ്യുത താപന ഉപകരണം അഥവാ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് ഉപയോഗിക്കുന്ന എനർജിയുടെ അളവാണ്, യൂണിറ്റ് സമയത്തിൽ ഉപയോഗിക്കുന്ന എനർജിയുടെ അളവാണെന്ന് പറയുന്നത് ആ ഉപകരണത്തിന്റെ എന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. പവർ ഓഫ് എ ഡിവൈസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി കൺസ്യൂംഡ് ബൈ ദ ഡിവൈസ് പെർ യൂണിറ്റ് ടൈം. ഇതാണ് ആ ഉപകരണം കൺസ്യൂം ചെയ്യുന്ന ഉപയോഗിക്കുന്ന എനർജി, എപ്പോഴും യൂണിറ്റ് സമയം കൊണ്ട് ഉപയോഗിക്കുന്ന എനർജിയുടെ അളവാണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പവർ ഇസിക്കൽ എന്ന് അറിയാം വർക്ക് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ മുൻ വീഡിയോയിലൊക്കെ ചെയ്തിട്ട് പറഞ്ഞാലും നമ്മളിലെ ജൂൾസ് ലോ ഡെറൈവ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ പറഞ്ഞു ഈ കൊടുക്കുന്ന വർക്ക് എന്തായിട്ട് മാറും എന്ന് പറയുന്നത് നിക്രോം കമ്പിക്കകത്ത് നമ്മൾ കൊടുക്കുന്ന വർക്ക്, ആ സെല്ല് കൊടുക്കുന്ന വർക്ക് ഹീറ്റ് എനർജി ആയിട്ട് മാറും എന്നൊക്കെ നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പൊ ആ ക്ലാസ് ആദ്യം കാണുക, അത് കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യാം? ആ ക്ലാസ്സിൽ ആദ്യം കാണുക. അപ്പൊ നോക്കി ഇവിടെ നമ്മൾ കൊടുത്ത ഈ ബാറ്ററി കൊടുത്ത വർക്ക് എന്തായിട്ട് മാറി? നിക്രോം കമ്പിയിലേക്ക് എത്തിയപ്പോൾ എന്തായിട്ട് മാറി എന്ന് പറഞ്ഞു? ഹീറ്റ് ആയിട്ട് മാറി എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ കൊടുക്കുന്ന ഇവിടെ ഉണ്ടാകുന്ന വർക്ക് എന്തായിട്ട് മാറുന്നു? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടുത്തെ വർക്ക് എന്തായിട്ട് മാറുന്നു? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ വർക്കിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഹീറ്റ് എന്ന് കൊടുക്കാം. വർക്ക് ഈസിക്കൽ ടു വർക്കിന് പകരം ഹീറ്റ് കൊടുത്തു H/T കിട്ടി. അപ്പൊ പവർ ഈസിക്കൽ ടു ഹീറ്റ് ബൈ ടൈം എന്ന് കിട്ടി. അപ്പൊ നമ്മൾ പറയാം പവറിന് ഒരു യൂണിറ്റ് ഉണ്ട്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് എന്നുള്ളതാണ് പവറിന്റെ യൂണിറ്റ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. ഇനി നമുക്കറിയാം ഹീറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്ത്? ജൂൾസ് അനുസരിച്ച് H ഈസിക്കൽ ടു എന്താണ്? I²RT ആണ്. ജൂൾസ് അനുസരിച്ച് H ഈസിക്കൽ ടു I²RT ആണ്. അപ്പൊ ഈ Hന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? I²RT എന്ന് കൊടുക്കാം. Hന് പകരം I²RT എന്ന് കൊടുക്കുന്നു. ബൈ എന്തുണ്ട്? T ഉണ്ട്. അപ്പൊ ഈ ഒരു ടീം ഈ ഒരു ടീം വെട്ടിക്കളയാലോ. ബാക്കി എന്തുണ്ട്? I²R. അപ്പൊ പവർ ഈസിക്കൽ ടു എന്ന് കിട്ടി? I²R. I എന്ന് വെച്ചാൽ എന്താണ്? കറണ്ട്. R എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ്. അപ്പൊ പവർ ഈസിക്കൽ നമ്മൾ എങ്ങനെ കിട്ടി നോക്കിയാൽ പവർ എന്ന് പറയുന്നത് വർക്കിന്റെ നിരക്കാണ്. നമുക്കറിയാം വർക്ക് എന്തായിട്ട് മാറുന്നു? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ ഈസിക്കൽ ടു വർക്കിന് പകരം എന്ന് കൊടുത്തു നമ്മൾ ഹീറ്റ് എന്ന് കൊടുത്തു, ഹീറ്റ് ബൈ ടൈം എന്ന് കൊടുത്തു. അടുത്ത് നോക്കി ഹീറ്റ് നമുക്ക് ജൂൾസ് ലോ അനുസരിച്ച് H ഈസിക്കൽ ടു എന്താണ്? I²RT ആണ്. അപ്പൊ Hന് പകരം എന്ത് കൊടുത്തു? I²RT എന്ന് കൊടുത്തു. ബൈ എന്തുണ്ട്? ടൈം ഉണ്ട്. ടൈമും ക്യാൻസൽ ആയി. ബാക്കി എന്തുണ്ട്? I²R ഉണ്ട്. ഇപ്പൊ നമ്മൾ ആ ജൂൾസ് ലോ പഠിച്ചപ്പോൾ 3 ഇക്വേഷൻ ജൂൾസ് ലോയ്ക്ക് കണ്ടുപിടിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ പവറിനും 3 ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ 3 ഇക്വേഷൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ജൂൾസ് ലോ പഠിച്ചപ്പോൾ എന്ത് ചെയ്തു? 3 ഇക്വേഷൻസുകളെ കുറിച്ച് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? പവറിനും എന്തുണ്ട്? 3 ഇക്വേഷൻസുകളെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ 3 ഇക്വേഷൻ വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ പവർ ഈസിക്കൽ ടു I²R നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു. ഇനി അടുത്ത് നോക്കിയേ ഓംസ് ലോ അനുസരിച്ച് I ഈസിക്കൽ ടു എന്താണ്? V/R ആണ്. I ഈസിക്കൽ ടു എന്താണ്? V/R ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കറണ്ടിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? V/R കൊടുക്കുക. അപ്പൊ പവർ ഈസിക്കൽ ടു I യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക?
വി ബൈ ആർ കൊടുക്കുക. അപ്പൊ ഇവിടെ കറണ്ടിന് എന്തുണ്ട്? സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ? വി ബൈ ആർ ഹോൾ സ്ക്വയർ. ബാക്കി എന്തുണ്ട്? റെസിസ്റ്റൻസ് ആർ. അപ്പൊ ഈ സ്ക്വയർ രണ്ടിനും ബാധകമല്ലേ? വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. അപ്പം വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്നായി. മനസ്സിലായോ? അപ്പൊ മുകളിൽ ഒരു ആറുണ്ട്, താഴെ ഒരു ആർ സ്ക്വയർ ഉണ്ട്. അപ്പം ഒരാറും ഇവിടുത്തെ ഒരാറും പോയി, ഇവിടുത്തെ ഒരാറും പോയി, ബാക്കി എന്തുള്ളൂ? ഇനി ആറ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടി? വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. പവർ ഈസിക്കൽ എന്ന് കിട്ടി? വി സ്ക്വയർ ബൈ ആർ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? കറണ്ടിന് പകരം എന്ത് കൊടുത്തു? വി ബൈ ആർ എന്ന് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ നോക്കിയാൽ റെസിസ്റ്റൻസ്, ഓംസ് ലോ അനുസരിച്ച് റെസിസ്റ്റൻസ് ആർ ഈസിക്കൽ എന്താണ്? വി ബൈ ഐ ആണ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് റെസിസ്റ്റൻസിന് പകരം എന്ത് കൊടുക്കാം? വി ബൈ ഐ എന്ന് കൊടുത്തു. അപ്പൊ പവർ ഈസിക്കൽ ടു ഐ സ്ക്വയർ ആർ അല്ലയോ? ഐ സ്ക്വയർ ആറിന് പകരം എന്ത് കൊടുത്തു? വി ബൈ ഐ കൊടുത്തു. ആറിന് പകരം വി ബൈ ഐ കൊടുത്തു. ഇവിടെ ഐ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഐ ഉള്ളു. ഒരു ഐയും ഇവിടുത്തെ ഐയും വെട്ടിപ്പോയി, ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു ഐ ഉണ്ട്. അപ്പൊ പവർ ഈസിക്കൽ എന്ന് കിട്ടി? ഐ ഇൻറ്റു വി. അപ്പൊ പവറിന്റെ 3 ഇക്വേഷൻ നമുക്ക് കിട്ടിയോ? നോക്കിയേ. പവർ ഈസിക്കൽ ടു ഐ ഇൻറ്റു വി എന്ന് പറയുന്ന ഇക്വേഷൻ, പവർ ഈസിക്കൽ ടു വി സ്ക്വയർ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ, മറ്റൊരെന്താണ്? പവർ ഈസിക്കൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറയുന്ന 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. അപ്പൊ ഈ 3 ഇക്വേഷൻ വന്ന് മനസ്സിലായല്ലോ. അപ്പൊ പി ഈസിക്കൽ ടു ഐ സ്ക്വയർ ആർ. അതിനകത്ത് ആദ്യം നമ്മൾ കറണ്ടിന് പകരം എന്ത് കൊടുത്തു? വി ബൈ ആർ എന്ന് കൊടുത്തു. പിന്നെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? റെസിസ്റ്റൻസിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? വി ബൈ ഐ എന്ന് കൊടുത്തു. അങ്ങനെ 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. പവർ ഈസിക്കൽ ടു ഐ വി എന്ന് പറയുന്ന ഇക്വേഷൻ, പവർ ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ, പവർ ഈസിക്കൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറയുന്ന ഇക്വേഷൻസ്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ജൂൾസ് ലോ അനുസരിച്ച് നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചെന്ന് പറഞ്ഞു. അതൊക്കെയായിരുന്നു ആ ഇക്വേഷൻസ്. എച്ച് ഈസിക്കൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ. രണ്ടാമതാണ് എച്ച് ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് പറയുന്ന ഇക്വേഷൻ. മൂന്നാമതാണ് എച്ച് ഈസിക്കൽ ടു ഐ ഇൻറ്റു വി ഇൻറ്റു ടി എന്ന് പറയുന്ന ഇക്വേഷൻ. ഇപ്പൊ നമ്മുടെ പവറിന്റെ 3 ഇക്വേഷൻ ഇവിടെ പഠിച്ചു. ഏതൊക്കെയായിരുന്നു പവറിന്റെ 3 ഇക്വേഷൻസ്? പവർ ഈസിക്കൽ ടു ഐ സ്ക്വയർ ആർ, പവർ ഈസിക്കൽ ടു ബി സ്ക്വയർ ബൈ ആർ, പവർ ഈസിക്കൽ ടു ഐ ഇൻറ്റു വി. അപ്പൊ പവറിന്റെ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ഈ ജൂൾസ് ലോ അനുസരിച്ചുള്ള ഹീറ്റിന്റെ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ എല്ലാം നോക്കിയേ. എച്ച് ഈസിക്കൽ ടു ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി. ഇവിടെ നോക്കിയേ ഐ സ്ക്വയർ ആർ, പവർ ഈസിക്കൽ എന്താണ്? ഐ സ്ക്വയർ ആർ. അപ്പൊ ഐ സ്ക്വയർ ആറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ പവർ കൊടുക്കാലോ. ഇവിടെ നോക്കി എച്ച് ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. പവർ ഈസിക്കൽ എന്തിനാണ്? വി സ്ക്വയർ ബൈ ആർ. അപ്പൊ എച്ച് ഈസിക്കൽ ടു ഈ വി സ്ക്വയർ ബൈ ആറിന് പകരം എന്ത് കൊടുക്കാം? പവർ വരുമല്ലോ. ഇവിടെ നോക്കി എച്ച് ഈസിക്കൽ ടു ഐ ഇൻറ്റു വി ഇൻറ്റു ടി. പവർ ഈസിക്കൽ എന്താണ്? ഐ ഇൻറ്റു വി തന്നെയാണല്ലോ. അപ്പം ഐ ഇൻറ്റു വിക്ക് പകരം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? പവർ കൊടുക്കാം. അപ്പൊ എന്ത് മനസ്സിലായി? ഇവിടെ നോക്കി ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ഈസിക്കൽ ടു എന്താണ്? പവർ ഇൻറ്റു ടൈം ആണ്. ഹീറ്റ് ഈസിക്കൽ ടു എന്താണ്? പവർ ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഇവിടെ എല്ലാം എന്താണ്? ഐ സ്ക്വയർ ആർ ബി ആണ്, ബി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് എന്താണ്? പവർ ആണ്. ഐ ബി എന്ന് പറയുന്നത് എന്താണ്? പവർ ആണ്. ബാക്കി എന്തുകൊണ്ട്? ടി ഉണ്ട്. അപ്പൊ എച്ച് ഈസിക്കൽ എന്ത് കൊടുക്കാം? പവർ ഇൻറ്റു ടൈം എന്ന് നമുക്ക് കൊടുക്കാം. ഇപ്പൊ എച്ച് ഈസിക്കൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പൊ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇത് ഉപയോഗിച്ചിട്ടുള്ള ഇപ്പൊ ഈ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള 2 പ്രോബ്ലംസ് കൂടി നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ നോക്കി നമ്മൾ പവറിന്റെ 3 ഇക്വേഷൻസ് കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകും? ഒരു പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പ്രോബ്ലം എന്ന് നോക്കിയേ, ഒരു അപ്ലയൻസ്, ഒരു ഉപകരണം, ആ ഉപകരണത്തിന്റെ പവർ എത്ര എന്ന് പറയുന്നത് 540 വാട്ട് ആണ് പവർ. ആ സർക്യൂട്ടിനകത്തുള്ള വോൾട്ടേജ് എത്രയാണ്? 230 ആണ്. എങ്കിൽ ആ സർക്യൂട്ടിലെ ആംപിയറേജ് എത്രയാണ്? അതിനകത്ത് എന്താണ്? ആംപിയറേജ് എത്രയാണ്? നമ്മൾ ആംപിയറേജ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. ആംപിയറേജ് ഈക്വൽ ടു എന്താണ്? വാട്ടേജ് ബൈ വോൾട്ടേജ്. എന്താണ്? വാട്ടേജ് ബൈ വോൾട്ടേജ്. ആംപിയറേജ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. ആംപിയർ എന്താണ്? വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ് പറയുന്നത്. അപ്പൊ ഇത് എത്ര വാട്ടാണ്? എത്ര വാട്ട് എന്ന് വെച്ചാൽ പവർ എത്രയാണ്? ഇതിന്റെ പവർ എന്ന് പറയുന്നത് 540 വാട്ടാണ്. പവർ എത്രയാണ്? 540 ആണ്. അപ്പൊ എത്രയാണ് അതിന്റെ വോൾട്ടേജ്? വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 230 ആണ് ഇതിന്റെ വോൾട്ടേജ്. 2.34 കിട്ടും. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പവർ തന്നിട്ടുണ്ട് 540 വാട്ട്. വോൾട്ടേജ് എത്ര പറഞ്ഞിട്ടുണ്ട്? 230. എങ്കിൽ ആംപിയറേജ് എത്രയാണ്? ആംപിയറേജ് വാട്ടേജ് ബൈ വോൾട്ടേജ്. അപ്പൊ എത്രയാണ്? 540 ബൈ 230 2.34 കിട്ടി. അപ്പൊ അടുത്ത് നോക്കിയാൽ അടുത്തൊരു പ്രോബ്ലം. ഒരു അപ്ലയൻസ്, ഒരു ഉപകരണം, ആ ഉപകരണത്തിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 115 ആണ്. 115 ഓം ആണ്.
ആ സർക്യൂട്ടിനകത്തുള്ള കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ് കറണ്ട്. എങ്കിൽ അതിനകത്ത് പവർ എത്ര? ആ ഉപകരണത്തിന്റെ പവർ എത്ര എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ പവർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പവർ കണ്ടുപിടിക്കുന്ന 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? P = I²R, P = IB, P = V²/R. നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസും കറണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളുന്ന ഇക്വേഷനകത്ത് ഏതാണ് വരുന്നത്? P = I²R. അപ്പൊ ഏതാണ്? ഐയും ആറും വരുന്ന ഇക്വേഷൻ ഏതാണ്? P = I²R. എടുക്കാൻ കാരണം എന്താണ്? ഈ നമുക്ക് തന്നേക്കുന്നത് എന്തൊക്കെയാണ്? റെസിസ്റ്റൻസും കറണ്ടും കൂടി ഉൾപ്പെടുന്ന ഇക്വേഷൻ എടുത്തു. അപ്പൊ P = I²R എന്ന് പറഞ്ഞ ഇക്വേഷൻ P = I²R. അപ്പൊ നമുക്ക് കറണ്ട് ഇവിടെ എത്ര എന്ന് പറയുന്നുണ്ട്? 2 ആംപിയർ ആണ്. അപ്പൊ ഐക്ക് വരെ നമുക്ക് കൊടുക്കാം 2. സ്ക്വയർ ഉണ്ടല്ലോ, 2ന്റെ സ്ക്വയർ. റെസിസ്റ്റൻസ് എത്രയാണ്? 115 ആണ്. റെസിസ്റ്റൻസ് 115 ആണ്. അപ്പൊ 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 × 115. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 460. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് എന്നുള്ളതാണ് ഇതിന്റെ യൂണിറ്റ്. അപ്പൊ ഇതിന്റെ 460 വാട്ട്. അപ്പൊ എന്തൊക്കെ ഇവിടെ തന്നെ എന്തൊക്കെയായിരുന്നു? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു, കറണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തു? ഈ ഇക്വേഷൻസ് എടുത്ത് കറണ്ടിന്റെയും റെസിസ്റ്റൻസിനും വെച്ചുള്ള ഇക്വേഷൻ ആണ് P = I²R. അപ്പൊ P = I²R നമ്മൾ വില ഇട്ട് കൊടുക്കുന്നു. കറണ്ടിന് 2ന്റെ സ്ക്വയർ × 115, 4 × 115 460 വാട്ടിന് കിട്ടി. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വൈദ്യുത താപന ഉപകരണങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ചും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു സർക്യൂട്ടിനകത്ത് പവർ എങ്ങനെ കണ്ടുപിടിക്കുന്നു, അത് ഡിറൈവ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 2 പ്രോബ്ലംസ് ചെയ്തു. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വൈദ്യുതിയുടെ പ്രകാശഫലത്തെ കുറിച്ച്, അതായത് ലൈറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചായിരിക്കും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചതാണ് ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ്. ഈ സെക്കൻഡ് പാർട്ടാണെന്ന് പറയുന്നത് വൈദ്യുതിയുടെ പ്രകാശഫലം എന്ന് പറയുന്നത്, ലൈറ്റിംഗ് എഫക്റ്റ്. അപ്പൊ ഉടനെ തന്നെ അതിന്റെ വീഡിയോസ് ഞങ്ങൾ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി ഞങ്ങൾ ഇതിന്റെ പേര് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഹൈഹോപ്സിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസുകളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്താണ് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണപ്പെടുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക.